ഇവിടെ വന്നു നിൽക്കുമ്പോ എന്റെ മനസ്സിൽ മൂസാ നബിയെ കുറിച്ചോ മുൻകാറുന്ന പ്രവാചകന്മാരെ കുറിച്ചോ പ്രത്യേകമായിട്ടൊന്നും എന്റെ മനസ്സ് ചിന്തിക്കുന്നില്ല. ഞാൻ തൂരിസീന മലയെ കുറിച്ചും ആലോചിച്ചു പോകുന്നില്ല. അതങ്ങേയറ്റം ഉത്കൃഷ്ടമായ മാമലയാണ്. അത് വഹ്യിന് സാക്ഷ്യം വഹിച്ച പർവ്വതമാണ്. അത് അള്ളാഹുവിന്റെ ചൈതന്യ പ്രകർഷത്തിൽ നടുക്കം കൊണ്ടുനിന്ന മലയാണ്. അത് തീ കൊണ്ടുവരാൻ പോയ മൂസാ നബിയെ അള്ളാഹു അവന്റെ ദിവ്യ വെളിപാടുകൾ കൊണ്ട് അനുഗ്രഹിച്ച മാമലയാണ് തൂരിസീന മല. പക്ഷേ ഇവിടെ വന്നു നിൽക്കുമ്പോ എന്റെ മനസ്സിൽ മൂസാ നബിയെ കുറിച്ചുള്ള ആലോചനയില്ല. ഞാൻ ഏതെങ്കിലും പർവ്വതത്തെ കുറിച്ച് ആലോചിക്കുന്നുമില്ല. തൂരിസീന മലയെ കുറിച്ച് പോലും എന്റെ മനസ്സിപ്പോൾ ഒരു ചിന്തയിലും വ്യാപൃതമാകുന്നില്ല. മറിച്ച് എന്റെ മനസ്സിന്റെ അഭിലാഷം മുഴുവൻ മദീന പട്ടണത്തെ കുറിച്ചാണ്. ഞാൻ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും മോഹിക്കുന്നതും മദീന പട്ടണത്തെ കുറിച്ചാണ്. ഏതൊരു മണ്ണിലാണോ സംസ്കാരം വിളഞ്ഞത്, ഏതൊരു മണ്ണിലാണോ നിലാവ് പൂത്തത്, ഏതൊരു മണ്ണിലാണോ സ്വപ്നം പോലും കിനാവ് കണ്ടത്, ഏതൊരു മണ്ണിലാണോ വിമോചനത്തിന്റെ മുഴക്കമുണ്ടായത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യത്വത്തിന്റെ പാഠങ്ങൾ അഭ്യസിക്കപ്പെട്ടത്, ഏതൊരു പുണ്യനഗരിയിൽ നിന്നാണോ ഔന്നത്യത്തിന്റെ ചെറുകൊടിയൊച്ച മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ അടിച്ചമർത്തപ്പെട്ട പെണ്ണിന്റെ മോചനത്തിന്റെ ഗാഥകൾക്ക് സാക്ഷ്യമുണ്ടായത്, ഏതൊരു മണ്ണിലാണോ തൊഴിലാളി വർഗത്തിന്റെ ഉത്ഥാനത്തിന്റെ നാദം മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യത്വത്തിന്റെ മഹാഗാനം ഉന്നതമായ ശ്രുതിമിണക്കം പോലെ മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കുവാനും മുന്നോട്ടു പോകുവാനുമുള്ള സാംസ്കാരികമായ അഭ്യാസം പരിശീലിക്കാനുള്ള വേദിയൊരുങ്ങിയത്. അതുകൊണ്ട് മെരി ആർസൂ മദീന, മെരി ജുസ്തുജു മദീന, എന്റെ എല്ലാ അഭിലാഷങ്ങളും മദീനയിലേക്ക്, എന്റെ സകല ആഗ്രഹങ്ങളും മദീനയിലേക്ക്.